ലാസലറ്റിൽ പ്രത്യക്ഷപ്പെട്ട കന്യകയെ ലാസലറ്റ് മാതാവ് എന്ന് വിളിച്ചു വരുന്നു. മാതാവ് തെരഞ്ഞെടുത്ത കുട്ടികളുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ജീറൂഡ് മാനസാന്തരപ്പെടുന്നതും കുംഭസാരം എന്ന കൂതാശ സ്വീകരിക്കുന്നതും. സ്വർഗത്തിൽ നിന്ന് വന്ന പരിശുദ്ധ അമ്മ ഏറ്റവും ലാളിത്യമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു. എല്ലാ വർഷവും സെപ്റ്റംബർ മാസം 19-ാം തീയതി ഫ്രാൻസിലെ ലാസലറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ലാസലറ്റ് അമ്മയുടെ ഓർമ്മ കത്തോലിക്ക തിരുസഭ കൊണ്ടാടുന്നുണ്ട്. ലാസലറ്റ് മാതാവിൻ്റെ പ്രത്യക്ഷത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും പഠിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും ലാസലറ്റ് മാതാവ് എന്നുള്ള കേൾവി തന്നെ ആദ്യമായിരിക്കാം. അല്ലെങ്കിൽ എന്താണ് ലാസലറ്റ് മാതാവ് എന്ന് പലർക്കും അറിവില്ലായിരിക്കാം. അപ്പം എന്നെ ശ്രവിക്കുന്നവരെ, ഈ കുറച്ച് നിമിഷങ്ങൾ, ഒരു 20-25 മിനിറ്റ് സമയം നിങ്ങൾ ജാഗരൂകതയോടെ എന്നോടൊപ്പം ചെലവഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കും ഈ ലോകത്തിനും നൽകുന്ന വലിയ സന്തോഷത്തിൻ്റെ മാറ്റൊലി ശ്രവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. 1846 സെപ്റ്റംബർ മാസം 19-ാം തീയതി ഫ്രാൻസിലുള്ള ആൽപ്സ് പർവ്വത പ്രാന്ത പ്രദേശത്തെ ഒരു കുന്ന്, ആ കുന്നിൻ്റെ പേരാണ് ലാസലറ്റ്. ലൂർദ് എന്ന് പറയുന്നത് സ്ഥലമാണല്ലോ, ഫാത്തിമ എന്ന് പറയുന്നതും സ്ഥലമാണല്ലോ, വേളാങ്കണ്ണി എന്ന് പറയുന്നതും സ്ഥലമാണല്ലോ. ഏത് സ്ഥലത്തെല്ലാം മാതാവ് പ്രത്യക്ഷം നൽകിയോ ആ സ്ഥലത്തിൻ്റെ പേരോടുകൂടി ആ അമ്മ അറിയപ്പെടുന്നതായിട്ട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈ പ്രത്യക്ഷത്തിന് ശേഷം ലാസലറ്റിൽ പ്രത്യക്ഷപ്പെട്ട കന്യകയെ ലാസലറ്റ് മാതാവ് എന്ന് വിളിച്ചു വരുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7200 അടി ഉയരമുള്ള പ്രദേശമാണ് ഈ ലാസലറ്റ് എന്ന് പറയുന്ന കുന്നിൻ പ്രദേശം. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഈ 3 മാസക്കാലത്തോളം മഞ്ഞ് പുതച്ച് കിടക്കുന്ന ഒരു മലമ്പ്രദേശമാണിത്. എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രദേശവും. ഈ സ്ഥലമാണ് പരിശുദ്ധ അമ്മ തൻ്റെ സന്ദേശം നൽകുവാനായി തിരഞ്ഞെടുത്തത്. ഇനി ആർക്കാണ് പരിശുദ്ധ അമ്മ സന്ദേശം നൽകിയത്? 2 ഇടയ പൈതങ്ങൾക്ക്. അതിൽ ഒരു കുട്ടിയുടെ പേര് മാക്സിമിൻ, 11 വയസ്സേ പ്രായമുള്ളൂ. മറ്റേതൊരു പെൺകുട്ടിയാണ് മെലനി. മാക്സിമിൻ ജീറൂഡ്, മെലനി കാൽവെറ്റ്, ഇതാണ് ഈ കുട്ടികളുടെ പേര്. എന്തിനാണ് പരിശുദ്ധ അമ്മ ലാസലറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗത്തോട് അടുക്കുമ്പോൾ പ്രത്യക്ഷം നൽകിയത് എന്നത് ഇന്നും വിചിന്തനീയമായൊരു വിഷയമാണ്. ഫ്രാൻസ് ദേശത്തിൻ്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയാലേ ഇതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാകുവാനായിട്ട് സാധിക്കുള്ളൂ. നമുക്കറിയാമല്ലോ, ഒരു കാലഘട്ടത്തിൽ കത്തോലിക്ക തിരുസഭയുടെ 1ാമത്തെ മകൾ എന്ന് അറിയപ്പെട്ടിരുന്ന ദേശമാണ് ഫ്രാൻസ് ദേശം. ഫ്രാൻസിൽ അത്രമാത്രം വിശ്വാസികൾ തിങ്ങിപ്പാർത്തിരുന്നു, ദേവാലയങ്ങളുണ്ടായിരുന്നു, മരിയഭക്തി വളരെ ആഘോഷപൂർവം ഉള്ള ഏറ്റവും തീവ്രമായി നിലനിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഫ്രാൻസ്. നമുക്കറിയാമല്ലോ, ഫ്രാൻസിസ് അസീസിയുടെ പേര്, ശരിക്കും ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന വിശുദ്ധൻ്റെ പേര്, മാമോദീസ പേര് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്നാണ്, സ്നാപയോഹനൻ എന്നാണ്. എന്നാൽ ഫ്രാൻസ് ഒരു വ്യാപാര സ്ഥലമായതിനാലും അതിന് കൂടുതൽ പ്രചാരം നേടിയ സ്ഥലമായതിനാലുമാണ് ഫ്രാൻസിസ് അസീസിയുടെ പിതാവ് ഈ ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്ന തൻ്റെ മകനെ ഫ്രാൻസിസ് എന്ന് പേരിട്ട് വിളിച്ചു വന്നത്. ഈ സ്ഥലത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു പേരായിരുന്നു അത്. ഇനി ഫ്രാൻസിൽ ധാരാളം വിശുദ്ധർ ജീവിച്ചിരുന്നു. വിശുദ്ധനായ ജോൺ മരിയ വിയാനിയെ പോലുള്ള ധാരാളം വിശുദ്ധർ ജീവിച്ച ഒരിടമായിരുന്നു ഫ്രാൻസ്. നോത്രദാം കത്തീഡ്രൽ പോലെയുള്ള വലിയ ദേവാലയങ്ങൾ, വിശ്വവിഖ്യാതര ദേവാലയങ്ങൾ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ഫ്രാൻസ്. വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ ഒരു പിള്ളത്തൊട്ടിൽ, കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഒരു പിള്ളത്തൊട്ടിൽ എന്ന് വേണമെങ്കിൽ ഫ്രാൻസിനെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. 9-ാം പിയൂസ് മാർപ്പാപ്പ ഒരിക്കൽ ഇപ്രകാരം പ്രഖ്യാപിക്കുകയുണ്ടായി: ഫ്രാൻസ് ദേശം ഒരിക്കലും അധപതിക്കുകയില്ല. എന്തെന്നാൽ ഈ ഫ്രാൻസ് ദേശം പരിശുദ്ധ അമ്മയുടെ സ്വന്തം ദേശമാണ്.
അതിനെ നശിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് 9-ാം പിയൂസ് മാർപ്പാപ്പ ഒരിക്കൽ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ ഇത്രമാത്രം വിശ്വാസമുള്ള ഈ ഒരു സ്ഥലം, ഈ ഒരു ദേശം 1789 ആരംഭിച്ച ഫ്രഞ്ച് വിപ്ലവത്തോടുകൂടി അധപതനത്തിൻ്റെ പാതയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കറിയാമല്ലോ, 1789 ആരംഭിച്ച ഫ്രഞ്ച് വിപ്ലവം ഏകദേശം 10 വർഷക്കാലത്തോളം നീണ്ടു നിന്നു. ഈ ഒരു കാലഘട്ടത്തിൽ അവർ പ്രഖ്യാപിച്ച മുദ്രാവാക്യങ്ങൾ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. കേൾക്കുമ്പോൾ ഇമ്പമുണ്ട്. എന്നാൽ ഈ 3 മുദ്രാവാക്യങ്ങളിലൂടെ വിശ്വാസ ജീവിതത്തിന് കടുത്ത അപജയം സംഭവിച്ചു എന്ന് പറയാതെ വയ്യ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അതിൻ്റെ വക്താക്കൾ അനേകം ദേവാലയങ്ങൾ ആക്രമിച്ച് പിടിച്ചെടുത്തു. കൂടാതെ കണ്ട് അനേകം ആശ്രമങ്ങൾ പിടിച്ചെടുത്തു. ഏകദേശം 17,000-ഓളം മിഷണറിമാർ കഴുത്തറുത്ത് ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടു. പലരും വിശ്വാസം ഉപേക്ഷിച്ചു. എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? വിശ്വാസം യുക്തിക്ക് വഴിമാറുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഫ്രാൻസിലെ തന്നെ ഏറ്റവും വലിയ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള കത്തീഡ്രലായ നോത്രദാം കത്തീഡ്രലിൽ പരസ്യമായി ഒരു വേശ്യയെ കൊണ്ടുവന്ന് അവർ വ്യഭിചാര വൃത്തിയിൽ വരെ ഏർപ്പെട്ടു. ശത്രുക്കൾ അതൊരു വ്യഭിചാര കേന്ദ്രമാക്കി മാറ്റി. ഇങ്ങനെ പല ദേവാലയങ്ങളും ആരാധനയിൽ നിന്ന് മാറി പാപത്തിൻ്റെ സ്ഥലങ്ങളായി അവർ പുനഃസ്ഥാപിച്ചു. ദൈവനിഷേധം എങ്ങും വ്യാപിക്കുകയുണ്ടായി. വിശ്വാസികൾ കൂട്ടത്തോടെ ആരാധനകളിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്ന ഒരു ദൃശ്യം ആ കാലഘട്ടത്തിൽ നമുക്ക് കാണുവാനായിട്ട്, ചരിത്രത്തിൻ്റെ ഏടുകൾ വായിക്കുമ്പോൾ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. സ്നേഹമുള്ളവരെ, ഈ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് 1846 സെപ്റ്റംബർ മാസം 19-ാം തീയതി ഒരു ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് നിറകണ്ണുകളോടെ ലാസലറ്റ് മലയിൽ പരിശുദ്ധ അമ്മ കുട്ടികൾക്ക് ദർശനം നൽകുന്നത്. നിറകണ്ണുകളോടെ. ഇനി എന്തിനാണ് പരിശുദ്ധ അമ്മ ഇങ്ങനെ ലാസലറ്റിൽ കണ്ണുനീരോടുകൂടി പ്രത്യക്ഷപ്പെട്ടത്? ഈ പ്രത്യക്ഷം നൽകുന്ന സന്ദേശങ്ങൾ എന്തെല്ലാമാണ് എന്ന് ധ്യാനിക്കുന്നത് ഉചിതമാണ്. ലാസലറ്റ് മാതാവിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ അകക്കാമ്പുകൾ, ഉൾക്കാമ്പുകൾ പ്രധാനമായും 3 തലങ്ങളിൽ നിന്ന് നമുക്ക് ധ്യാനിച്ച് കണ്ടെടുക്കുവാനായിട്ട്, പഠിക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് മാതാവ് തൻ്റെ പ്രത്യക്ഷത്തിനായി, ദർശനം നൽകുവാനായി തിരഞ്ഞെടുത്ത കുട്ടികൾ ആരൊക്കെയാണ്, അവരുടെ ജീവിത പശ്ചാത്തലങ്ങൾ എന്തൊക്കെയാണ്. ഇതിനെ ആധാരമാക്കി നമുക്ക് ഈ ഒരു സന്ദേശത്തെ, മരിയൻ പ്രത്യക്ഷത്തിൻ്റെ ഈ ഒരു അകക്കാമ്പുകൾ ചെകഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തേത് മാതാവിൻ്റെ വസ്ത്രരീതി, അവൾ പ്രത്യക്ഷപ്പെട്ട രീതി. ഇതിനെ ധ്യാനിക്കുമ്പോഴും മാതാവിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ ഉൾക്കാമ്പുകൾ നമുക്ക് ചെകഞ്ഞെടുക്കുവാൻ സാധിക്കും. മൂന്നാമത്തേത് മാതാവ് സംസാരിച്ച വാക്കുകൾ, നൽകിയ സന്ദേശങ്ങൾ. ഇവയിലൂടെയും ഈ ലാസലറ്റ് മാതാവിൻ്റെ സന്ദേശങ്ങൾ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. പറഞ്ഞതുപോലെ തന്നെ ഒന്നാമത്തെ കാര്യം, മാതാവ് തിരഞ്ഞെടുത്ത കുട്ടികളുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, 11 വയസ്സ് മാത്രം പ്രായമുള്ള മാക്സിമിൻ എന്ന് പറയുന്ന ഒരു ആൺകുട്ടിയെയും 15 വയസ്സിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന മെലനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെയുമാണ് മാതാവ് തിരഞ്ഞെടുത്തത് തൻ്റെ പ്രത്യക്ഷത്തിനായിട്ട്. സ്നേഹമുള്ളവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ 2 കുട്ടികളും അക്ഷരജ്ഞാനമില്ലാത്തവരായിരുന്നു. പഠിപ്പില്ല, പ്രാഗൽഭ്യമില്ല, സമൂഹത്തിൻ്റെ ഒരു അടിത്തട്ടിൽ കഴിഞ്ഞിരുന്ന വ്യക്തികൾ എന്ന് വേണമെങ്കിൽ കണക്കാക്കാനായിട്ട് സാധിക്കും. കൂടാതെ വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളായിരുന്നു, ദരിദ്രരായിരുന്നു. മെലനിയെക്കുറിച്ച് പറയുന്നത്, മെലനി വീടാന്തരം കയറി ഇറങ്ങി വീട്ടുവേല ചെയ്യുമായിരുന്നു. പലരുടെയും ആടുകളെ വാടകയ്ക്കെടുത്ത് പോറ്റാനാണ് ഈ മകൾ പോയിരുന്നത്. ഈ മെലനിയുടെ സഹോദരി ദാരിദ്ര്യം സഹിക്കുവയ്യാതെ ഭിക്ഷാടനം നടത്തിയിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുന്നത്. അത്രമാത്രം ദാരിദ്ര്യം അനുഭവിച്ച, വിശപ്പ് അനുഭവിച്ച കുട്ടികളായിരുന്നു ഇവർ. ഇനി മാക്സിമിൻ്റെ കാര്യം പറഞ്ഞാലോ, മാക്സിമിൻ ഒത്തിരി വിശ്വാസ തീക്ഷ്ണതയുള്ള കുടുംബത്തിൽ നിന്നുമല്ല ജനിച്ചത്. അവൻ്റെ അമ്മ മരിച്ചിരുന്നു, രണ്ടാനമ്മയായിരുന്നു അവനെ പോറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ അവന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അവൻ്റെ അപ്പൻ ജീറൂഡ് ദേവാലയത്തിലേക്ക് പോവുകയില്ലായിരുന്നു. 20 വർഷത്തോളം അവൻ ദേവാലയം ഉപേക്ഷിച്ചു. ഒരു ഇരുമ്പ് പണിക്കാരനായിരുന്നു. ഓർക്കേണ്ട ഒരു കാര്യം, മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് ജീറൂഡ് മാനസാന്തരപ്പെടുന്നതും
കുംഭസാരം എന്ന കൂതാശ സ്വീകരിക്കുന്നതും. അക്ഷരജ്ഞാനമില്ലാത്ത വ്യക്തികളെന്ന് ഞാൻ പറഞ്ഞല്ലോ. മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഏകദേശം 18 മാസത്തിന് ശേഷമാണ് മാക്സിമിനും മെലനിക്കും ആദ്യ കുർബാന കൈക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് അന്നത്തെ അച്ഛന്മാർ വിശദീകരിക്കുന്ന പ്രകാരമാണ് ഇവർക്ക് വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന പ്രാർത്ഥന മനഃപ്പാഠമാക്കാൻ സാധിച്ചിരുന്നില്ല. സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറയുന്ന പ്രാർത്ഥനയും മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ കുട്ടികൾക്ക് മാതാവ് ദർശനം നൽകി. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് തന്നെതാ, ഈ കുട്ടികൾ മാതാവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും ഓർത്തിരിക്കാൻ കഴിയാത്ത കുട്ടികളാണെന്ന് ഓർക്കണേ, പഠിക്കാൻ കഴിവില്ലാത്ത ആണെന്ന് ഓർക്കണേ. ഇവർ ഈ മാതാവ് നൽകിയ സന്ദേശങ്ങളും മുഴുവനും ഓർത്തിരിക്കാൻ കൃപയുള്ളവരായി തീർന്നു. അതുകൊണ്ടാണ് പറയുന്നത്, പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇതുപോലെ ഈ കുട്ടികളുടെ മേൽ ഒരു അത്യുന്നതന്റെ ശക്തി ആവസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശം മുഴുവനും പലരും ചോദിക്കുന്നുണ്ട്, പലയാവർത്തി പറയുവാൻ തെറ്റാതെ, ആവർത്തിക്കും തോറും തെറ്റാതെ പറയുവാനുള്ള വലിയ ഒരു പരിശുദ്ധാത്മ കൃപ ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ലഭിക്കുകയാണ് ഉണ്ടായത്. സ്നേഹമുള്ളവരെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സാമുവേലിന്റെ 1-ാം പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ, മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. ഒരുപക്ഷെ ലോകത്തിൻ്റെ കണ്ണുകളിൽ ഇവർക്കാണോ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്? ഇങ്ങനെ പാവപ്പെട്ട കുട്ടികളെയാണോ മാതാവ് തിരഞ്ഞെടുത്തത്? പക്ഷേ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവരായിരുന്നു ആ പ്രത്യക്ഷം സ്വീകരിക്കുവാൻ. തൻ്റെ അമ്മയായ ആ പരിശുദ്ധ കന്യകയെ നേർക്ക് കാണുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾ ആ കുട്ടികളായിരുന്നു. ആ കുട്ടികളെ തിരഞ്ഞെടുത്തതിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം, ദൈവം നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്, മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ ചിലപ്പോൾ പാവപ്പെട്ടവരായിരിക്കാം, ദരിദ്രരായിരിക്കാം, അക്ഷരജ്ഞാനമില്ലാത്തവരായിരിക്കാം. അതൊന്നും ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ ഒരു തടസ്സമല്ല എന്ന് മനസ്സിലാക്കുക. 1-ാമത്തെ തലം. 2-ാമത്തെ തലം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ വസ്ത്രധാരണം, വേഷഭൂഷാദികൾ എങ്ങനെയായിരുന്നു? പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം ഈ പറയുന്ന ഭാഗങ്ങൾ. ഒരു പാറക്കല്ലിലിരുന്ന് തൻ്റെ 2 കരങ്ങളിലും മുഖമമർത്തി കരഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ഇങ്ങനെ കരയുന്ന ഒരു കന്യക അവിടെ നിന്ന് എഴുന്നേറ്റപ്പോൾ കുട്ടികൾ കണ്ടത് അവൾ ധരിച്ചിരുന്ന വസ്ത്രം. പരിശുദ്ധ അമ്മ ധരിച്ചിരുന്നത് സാധാരണ ഒരു സ്ത്രീ, പ്രത്യേകിച്ച് ഒരു കർഷക സ്ത്രീ ധരിച്ചിരുന്ന ഒരു വസ്ത്രമായിരുന്നു പരിശുദ്ധ അമ്മ ധരിച്ചിരുന്നത്. ഒരു മേലങ്കി ഉണ്ടായിരുന്നു. ആ മേലങ്കയുടെ മുൻഭാഗം ആവരണം ചെയ്തുകൊണ്ട് ഒരു ഏപ്രൺ, ഒരു ഉപരിവസ്ത്രവും ഉണ്ടായിരുന്നു. വളരെ സർവ്വസാധാരണമായ വേഷത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പരിശുദ്ധ അമ്മ ഏതു പാവപ്പെട്ട സ്ത്രീക്കും പുരുഷനും കുട്ടിക്കും സമീപസ്ഥയാണ് എന്നുള്ളൊരു വലിയ സന്ദേശം. വലിയ സ്വർഗത്തിൽ നിന്ന് വന്ന പരിശുദ്ധ അമ്മ ഏറ്റവും ലാളിത്യമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നു. ഈ കർഷകരുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് പരിശുദ്ധ ലാസലേറ്റ് അമ്മയെ കർഷകരുടെ മധ്യസ്ഥ എന്നും വിളിക്കപ്പെടുന്നുണ്ട്. ഇനി കുട്ടികൾ പറയുന്ന പ്രകാരമാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ 2-ാമത്തെ തലം എന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മ ലാസലേറ്റിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാത്രമാണ് മാറിടത്തിൽ ഒരു ക്രൂശിത രൂപം ധരിച്ചിരുന്നത്. ഇത് വേറെ എവിടെയും നമുക്ക് കാണുവാൻ സാധിക്കില്ല. ലാസലേറ്റിലെ മരിയൻ പ്രത്യക്ഷത്തിൽ മാത്രമേ പരിശുദ്ധ അമ്മ മാറിടത്തിൽ ഒരു ക്രൂശിത രൂപം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. കുട്ടികൾ പറയുന്ന പ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ ചുറ്റും വലിയ പ്രകാശമുണ്ടായിരുന്നു. ഈ പ്രകാശം മുഴുവനും വ്യാപരിച്ചിരുന്നത് ഈ ക്രൂശിത രൂപത്തിൽ നിന്നാണത്രേ. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ സഹനങ്ങൾ അത് പ്രകാശപൂരിതമാക്കുവാൻ കഴിവുള്ളവനാണ് തമ്പുരാൻ. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ കുരിശിൽ നിന്ന് പ്രവഹിച്ച ആ പ്രകാശം എന്ന് പറയുന്നത് അതിലേക്ക് സൂചിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ ക്രൂശിത രൂപത്തിൻ്റെ ഇടതുവശത്തും വലതുവശത്തുമായി ഒരു ചുറ്റികയും ചവണയും നമുക്ക് കാണുവാൻ സാധിക്കും. കുരിശിനോട് തൊട്ടില്ല എന്നുള്ള നിലയിൽ കുറച്ച് ഒരു അകലം പാലിച്ചുകൊണ്ട് ഒരു ചുറ്റികയും ഒരു ചവണയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ചുറ്റിക എന്ന് പറയുന്നത് നമുക്കറിയാം, ഈശോയെ കുരിശിൽ തറയ്ക്കാൻ ഉപയോഗിച്ച ഉപകരണമാണ് ചുറ്റിക. ഇനി ചവണയോ, ആ കുരിശിൽ നിന്ന് ഈശോയെ ആണികൾ ഊരി ഇറക്കുവാൻ ഉപയോഗിച്ച ഉപകരണമാണ് ചവണ. ഈ ചുറ്റിക എന്ന് പറയുന്നത് മനുഷ്യൻ എപ്പോഴൊക്കെ പാപം ചെയ്യുന്നുണ്ടോ ഈശോയെ അവൻ വീണ്ടും കുരിശിൽ തറയ്ക്കുകയാണ്.
ഒരു മഹാരഹസ്യമാണിത് സൂചിപ്പിക്കുന്നത്. പാപത്തിൻ്റെ അടയാളം ചുറ്റുക. ഇനി മനുഷ്യൻ നല്ല കുമ്പസാരം നടത്തുമ്പോൾ, പരസ്പരം അനുരഞ്ജനപ്പെട്ട് ജീവിക്കുമ്പോൾ, പരസ്പരം സ്നേഹത്തിലും സാഹോദര്യത്തിലും ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവൻ അനുതാപമാകുന്ന ഈ ചവണയിലൂടെ ഈ ആണിയെ ഊരിക്കളയുന്നു. അനുതാപത്തിൻ്റെ അടയാളം. ചുറ്റിക പാപത്തിൻ്റെയും ചവണ അനുതാപത്തിൻ്റെയും അടയാളമാണ്. ജീവിതത്തിൽ നമുക്ക് രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്നുകിൽ നമ്മുടെ തെറ്റായ ജീവിതത്തിലൂടെ ഈശോയെ ക്രൂശിൽ തറയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ വിശുദ്ധിയുള്ള ജീവിതത്തിലൂടെ ഈശോയെ കുരിശിൽ നിന്നും സ്വതന്ത്രനാക്കാം. ഇതാണ് ഈ ക്രൂശിത രൂപത്തിൻ്റെ അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന വിവരണങ്ങൾ. ഇനി പരിശുദ്ധ അമ്മ ഒരു ചങ്ങല ധരിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ക്രൂശിത രൂപം തൂക്കിയിട്ടിരുന്ന ചെറിയൊരു ചങ്ങലയിലാണ്. അതുകൂടാതെ വലിയ ഒരു ചങ്ങല പരിശുദ്ധ അമ്മ ധരിച്ചിട്ടുണ്ട്. ഇത് അർത്ഥമാക്കുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനോടൊപ്പം ഈ ലോകത്തിൻ്റെ പാപഭാരം ചുമക്കുന്നു. നമുക്കറിയാമല്ലോ, കത്തോലിക്ക തിരുസഭ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് സഹരക്ഷക എന്നാണ്. അപ്പോൾ ലാസ്ലറ്റിൽ പരിശുദ്ധ അമ്മ തൻ്റെ പ്രത്യക്ഷത്തിലൂടെ ഈ ലോകത്തിന് വെളിപ്പെടുത്തിയ ഒരു സന്ദേശം, രഹസ്യമായൊരു സന്ദേശം എന്ന് പറയുന്നത്, ഞാൻ സഹരക്ഷകയാണ്, മനുഷ്യകുലത്തിൻ്റെ പാപം മുഴുവനും എൻ്റെ പുത്രനോട് ചേർന്ന് ഞാനും ചുമക്കുന്നു. ഇനി മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, അവൾ റോസാ പുഷ്പങ്ങളുടെ 3 തരത്തിലുള്ള 3 വർണ്ണങ്ങളിലുള്ള മാലകൾ ധരിച്ചിരുന്നു എന്ന് പറയുന്നത്. എന്താണിത് അർത്ഥമാക്കുന്നത്? ജപമാലയിലെ 3 രഹസ്യങ്ങൾ. പിന്നീടാണല്ലോ പ്രകാശത്തിൻ്റെ രഹസ്യം പിന്നീടാണല്ലോ കൂട്ടിച്ചേർക്കപ്പെടുന്നത്. മാതാവ് പ്രത്യക്ഷപ്പെടുന്ന കാലഘട്ടത്തിൽ മഹിമ, സന്തോഷം, ദുഃഖം, ഈ 3 രഹസ്യങ്ങൾ, ജപമാലയുടെ ഈ 3 രഹസ്യങ്ങളുടെ അടയാളവും ആണ് ഇത് രേഖപ്പെടുത്തുന്നത്. കൂടാതെ ആ റോസാ പുഷ്പങ്ങൾ അവൾ സ്വർഗവതിയാണ് എന്നുള്ളതിൻ്റെ അടയാളം കൂടിയാണ്. സ്നേഹമുള്ളവരെ, ഞാൻ പറയുകയുണ്ടായി, പരിശുദ്ധ അമ്മ മുഴുവൻ സമയം കരയുകയായിരുന്നു. എന്നാൽ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്ന ഈ കണ്ണുനീർ നിലത്ത് പതിച്ചിരുന്നില്ല. അത് ആവിയായി അപ്രത്യക്ഷപ്പെട്ടു പോയി. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കണ്ണുനീരിൽ ചാർത്തിയ സന്ദേശം, മുക്കിയ സന്ദേശം നൽകിയത് കൊണ്ട് ലാസലേറ്റ് അമ്മയെ കണ്ണുനീരിൻ്റെ മാതാവ്, കണ്ണീരിൻ്റെ അമ്മ, വിലാപത്തിൻ്റെ അമ്മ എന്നും ജനം വിളിച്ചു വരുന്നു. രണ്ടാമത്തെ ഘടകം. ഇനി അടുത്തത് മൂന്നാമത്തെ അർത്ഥതലം എന്ന് പറയുന്നത്, മാതാവ് നൽകിയ സന്ദേശത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ആദ്യം പറയുകയുണ്ടായി കുട്ടികളുടെ തിരഞ്ഞെടുപ്പ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് പ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ വസ്ത്രധാരണം, അവൾ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഈ ഇത്തരണത്തിൽ നമുക്ക് ആശയങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുകയുണ്ടായി, ധ്യാനിക്കുകയുണ്ടായി. ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത്, പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങൾ എന്തൊക്കെയാണ്. പരിശുദ്ധ അമ്മ ഈ സന്ദേശം എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ, ഈ കുട്ടികൾ ആ സന്ദേശങ്ങൾ പറയുന്നതിന് മുൻപ് പറഞ്ഞ ഒരു വാക്കെന്ന് പറയുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രമാത്രം സ്നേഹത്തോടും മൃദുലമായ സാമീപ്യത്തോടും കൂടി ഒരാളും ഞങ്ങളോട് ഇടപെട്ടിട്ടില്ല. എങ്ങനെയാണ് ആ സ്വർഗവതിക്ക് ഇത്രമാത്രം സ്നേഹത്തോടെ സംസാരിക്കാൻ സാധിച്ചത്? എന്തൊരു മധുരതരമായിരുന്നു അവളുടെ വാക്കുകൾ കേൾക്കാനായിട്ട്. ഞങ്ങളും അവരും ഒട്ടിയാണ് നിന്നത്. ഞങ്ങൾക്കിടയിലൂടെ ഒരാൾക്ക് പോലും കടന്നു പോകുവാനായിട്ട് സാധിച്ചില്ല. ആ കുട്ടികൾ പറഞ്ഞത് പ്രകാരം എത്രയോ സുന്ദരിയായ ഒരു സ്ത്രീയെ ഞങ്ങൾ കണ്ടിട്ടില്ല. അത്ര സൗന്ദര്യമുണ്ടായിരുന്നു പരിശുദ്ധ അമ്മയ്ക്ക്. പരിശുദ്ധ അമ്മ പ്രധാനമായും 9 സന്ദേശങ്ങളാണ് നൽകുന്നത്. ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് പ്രകാരമാണ്, ഭയപ്പെടേണ്ട മക്കളെ, അടുത്തു വരൂ, നിങ്ങളോട് എനിക്ക് ചില നല്ല വിശേഷങ്ങൾ പറയാനുണ്ട്. നമുക്കറിയാമല്ലോ, ഭയപ്പെടേണ്ട മക്കളെ അടുത്ത് വരും. 365 പ്രാവശ്യം ബൈബിളിൽ പറയുന്നുണ്ട് ഭയപ്പെടേണ്ട എന്നുള്ളത്. ദൈവത്തിൻ്റെ അടുത്തിലേക്ക് വരുവാനായിട്ട് മനുഷ്യൻ ഭയപ്പെടരുത്. ഈ സന്ദേശം പരിശുദ്ധ അമ്മ ആവർത്തിക്കുകയാണ്. തിരിച്ചു വാ എന്നുള്ള സന്ദേശം ആവർത്തിക്കുന്നു. രണ്ടാമത്തെ സന്ദേശം, മനുഷ്യൻ പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ എൻ്റെ മകൻ്റെ വിധിയുടെ കരങ്ങൾ ഇനിയും തടഞ്ഞു നിർത്തുവാൻ എനിക്ക് സാധിക്കുകയില്ല. പരിശുദ്ധ അമ്മ തൻ്റെ പുത്രൻ്റെ വിധിയുടെ കരങ്ങൾ താങ്ങി പിടിച്ച് നിൽക്കുകയാണത്രേ. അത് അനുഗ്രഹത്തിൻ്റെ കലങ്ങനാണ്. നമുക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ പുറപ്പാടൻ പുസ്തകം 17-ാം അധ്യായം 18 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. അമലേക്കരുമായുള്ള യുദ്ധത്തിൽ വിജയം വരിക്കുന്നതിന് വേണ്ടിയിട്ട് മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. മോശയുടെ കരം ഉയർന്നു നിന്നപ്പോൾ അവർ വിജയിച്ചു, താഴ്ന്നു പോയപ്പോഴോ അവർ പരാജയപ്പെട്ടതായിട്ട് തിരിച്ചറിഞ്ഞ് അഹറോനും ഹൂറും ഈ മോശയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇതുപോലെ തൻ്റെ പുത്രൻ്റെ ആ കരങ്ങൾ പരിശുദ്ധ അമ്മ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു അനുഗ്രഹിക്കുവാനായി. ഈ മൂന്നാമത്തെ സന്ദേശം പരിശുദ്ധ അമ്മ പറയുന്നത് പ്രകാരമാണ്, എത്ര നാളായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്നു, നിങ്ങളോ അത് ഗൗനിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്,
നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും പാപപരിഹാര പ്രവർത്തികൾ ചെയ്താലും നിങ്ങളെ പ്രതിയുള്ള എൻ്റെ സഹനത്തിന് തുല്യമാകില്ല. എന്തെന്നാൽ എൻ്റെ മകൻ നിങ്ങളെ കൈവിടാതിരിക്കാനായി ഞാൻ അവനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സഹിക്കുന്ന ഒരു അമ്മ. ഇനി 4ാമത്തെ സന്ദേശം ഇപ്രകാരമാണ്: 6 ദിവസങ്ങൾ ജോലി ചെയ്തതിനായി നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. 7ാം ദിവസം ദൈവത്തിൻ്റെതാണ്, എന്നാൽ ആരും അത് ഗൗനിക്കുന്നില്ല. എൻ്റെ മകൻ്റെ നാമം ഉപയോഗിച്ച് അവർ ആണയിടുന്നു. ഈ പാപങ്ങൾ എൻ്റെ മകൻ്റെ കരങ്ങൾ ഭാരം ഉള്ളവയാക്കുന്നു. ദൈവത്തിൻ്റെ ദിനം പരിശുദ്ധമായി ആചരിക്കണം എന്നുള്ളൊരു സന്ദേശം. ഇനി 5ാമത്തേത്: വിളവുകൾ നശിക്കുന്നെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉത്തരവാദികൾ. 6ാമത്തെ സന്ദേശം: നിങ്ങൾ അനുദപിച്ചാൽ കല്ലുകളും പാറക്കഷ്ണങ്ങളും ഗോതമ്പ് കൂമ്പാരമായി മാറും. കൃഷിസ്ഥലങ്ങളിൽ ഉരുളക്കിഴങ്ങ് തനിയെ ഫലം പുറപ്പെടുവിക്കും. 7ാമത്തേത്: മാനസാന്തരപ്പെട്ടാൽ സമൃദ്ധി താനേ ഉണ്ടാകും. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അധ്വാനിക്കുന്നവരുടെ കരങ്ങൾ ബലവത്താകുന്നതോടൊപ്പം ഹൃദയം നുറുങ്ങുകയും മൃദുവാകുകയും ചെയ്യണം. ഹൃദയത്തിൻ്റെ നിർമ്മലത ഇത് അനിവാര്യമാണെന്ന് പരിശുദ്ധമ്മ ഓർമ്മപ്പെടുത്തുന്നു. ഇനി 8ാമത്തേത് സന്ദേശപ്രകാരമാണ്: മക്കളെ, പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ സമയം കിട്ടുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കണം. ഇല്ലാത്തപ്പോൾ ഒരു സ്വർഗസ്ഥനായ പിതാവ്, ഒരു നന്മ നിറഞ്ഞ മറിയം ജപമെങ്കിലും ചൊല്ലണം. ഈ ഒരു സന്ദേശം നൽകുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മ അവരോട് ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? സത്യസന്ധമായ മക്കൾ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. എന്നിട്ട് മാതാവ് അവരെ എങ്ങനെ ഓരോ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായി. ചില വ്യക്തികൾ വേനൽക്കാലങ്ങളിൽ പ്രായമായ ഏതാനും സ്ത്രീകൾ മാത്രം പള്ളിയിൽ പോകുന്നു. മറ്റുള്ളവർ ഞായറാഴ്ചകളിൽ പോലും വേല ചെയ്യുന്നു. ശൈത്യകാലങ്ങളിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തപ്പോൾ അവർ മതത്തെയും വിശ്വാസത്തെയും കളിയാക്കുവാനും നിന്ദിക്കുവാനുമായി മാത്രം പള്ളിയിൽ പോകുന്നു. നോമ്പുകാലങ്ങളിൽ പോലും അവർ നായ്ക്കളെ പോലെ ഇറച്ചി കടകൾക്ക് മുമ്പിൽ നിൽക്കുന്നു. ഒരു ദാരുണമായൊരു ചിത്രം മാതാവ് അന്നത്തെ മാത്രമല്ല ഇന്നത്തെയും വിവരിച്ച് കാണിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധമ്മ പറയുക, നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. ഇനി അവസാനമായി പരിശുദ്ധമ്മ നൽകിയ സന്ദേശപ്രകാരമാണ്: ഞാൻ ഈ പറഞ്ഞ സന്ദേശം സർവ്വലോകരെയും അറിയിക്കുക. ഇത് പറഞ്ഞതിന് ശേഷം ഒരു ഇവാഞ്ചലൈസേഷൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഈ ഒരു സന്ദേശം നൽകിയതിന് ശേഷം പരിശുദ്ധമ്മ ഭൂമിയിൽ നിന്നിടത്തുന്ന ഒരു 5 അടി ഉയരത്തിലേക്ക് ഉയർന്ന് ഒരു അരമിനിറ്റ് നേരം സ്വർഗത്തിലേക്ക് നോക്കി, പിന്നെ കുട്ടികളെ നോക്കിയിട്ട് സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മ ലാസ്ലേറ്റിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഒരു ചെറിയ വിവരണമാണ് നൽകുവാനായിട്ട് പരിശ്രമിച്ചത്. നമ്മളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുവാനാണ് പരിശുദ്ധ അമ്മ വന്നത്. നമുക്ക് ഈ അമ്മയിലൂടെ ഈശോയിലേക്ക് അണയുവാനായിട്ട് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പാപികളുടെ അനുരഞ്ജനകയായ ലാസലേറ്റ് മാതാവേ, കണ്ണുനീരോടുകൂടി ലാസലേറ്റ് മലയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ജീവിത നവീകരണത്തിനും മാനസാന്തരത്തിനു വേണ്ടിയും അമ്മയുടെ പുത്രനോട് പ്രാർത്ഥിക്കണമേ.